Good morning dear students. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമുക്ക് ഇന്ന് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചത്? The varied climates എന്ന ഫാക്ട് ആയിരുന്നു പഠിച്ചതല്ലേ? അതിൽ എന്താണ് നമ്മൾ പഠിച്ചത്? ഫാക്ടേഴ്സ് that influence climate. ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞതല്ലേ? എന്താണ് ഒരു ഘടകം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണല്ലേ? അടുത്തൊരു ഘടകം എന്താണ്? ഹൈറ്റ് എബോവ് ദി സീ ലെവൽ. ഹൈറ്റ് എബോവ് ദി സീ ലെവലും ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ട് ആണ്. നമുക്ക് ഇന്ന് അത് പഠിക്കാം. ഹൈറ്റ് എബോവ് ദി സീ ലെവൽ. The height of a place above the sea level is called the altitude. എന്താണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്? സമുദ്രനിരപ്പിന് മുകളിലുള്ള ഒരു സ്ഥലത്തിന്റെ ഉയരത്തെ എന്തെന്ന് പറയും? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നു. സമുദ്രനിരപ്പിന് മുകളിലുള്ള ഒരു സ്ഥലത്തിന്റെ ഉയരത്തെ എന്തെന്ന് പറയുന്നത്? ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. The temperature decreases with an increased altitude. The higher we go, the cooler it becomes. We always find the temperature in the mountains lower than in the plains. This is because the temperature at a high altitude is very low. That is why hill stations like Shimla, Nainital and Darjeeling are cold even when in the summer season. The height of a place above the sea level is called the altitude. സമുദ്രനിരപ്പിന് മുകളിലുള്ള ഒരു സ്ഥലത്തിന്റെ ഉയരത്തെ എന്ന് പറയുന്നത് altitude എന്ന് പറയുന്നത്. The temperature decrease with an increased altitude. The higher we go, the cooler it becomes. We always find the temperature in the mountains lower than in the plains. എന്താണ് ടെമ്പറേച്ചർ? എങ്ങനെയാണ്? ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താണ്? ടെമ്പറേച്ചർ കുറഞ്ഞു വരും. We always find the temperature in the mountains lower than in the plains. പ്ലെയിൻസിനെ കാട്ടി മൗണ്ടൻസിൽ എന്താണ് ടെമ്പറേച്ചർ കുറവായിരിക്കും. പ്ലെയിൻസിനെ കാട്ടി എന്താണ് ടെമ്പറേച്ചർ എവിടെ കുറവാണ്? മൗണ്ടൻസില് കുറവാണ്. This is because the temperature at a high altitude is very low. That is why hill stations like Shimla, Nainital and Darjeeling are cold even when the summer season. എന്താണ്? ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഡിക്രീസ് ചെയ്യുന്ന കുറയും. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറഞ്ഞു വരും. അതായത് സമതലങ്ങൾ പ്ലെയിൻസില് മൗണ്ടൻസ് എന്ന് വെച്ചാൽ പ്ലെയിൻസിനേക്കാൾ മൗണ്ടൻസിൽ എന്താണ്? ടെമ്പറേച്ചർ കുറവാണ്. അതുകൊണ്ടാണ് എന്താ ഹിൽ സ്റ്റേഷൻ ആയിട്ടുള്ള ഷിംലയിലും നൈനിറ്റാലും ഡാർജിലിംഗിലൊക്കെ സമ്മർ സീസണിൽ ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നത്. Some places like Bangalore and Chennai are almost the same distance from the equator. Some places like Bangalore and Chennai are almost at the same distance from the equator. While Chennai and Bangalore are located at the sea level, Bangalore is at a height of 550 meters above the sea level. Hence, the climate of Bangalore is cooler than the climate of Chennai and Bangalore. Then, some places like Bangalore and Chennai are almost same at the distance from the equator. Then, ബാംഗ്ലൂരിലായാലും അതുപോലെ ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഇക്വേറ്ററിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. ഈ സ്ഥലങ്ങളിലൊക്കെ ഇക്വേറ്ററിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ആണ് ഉള്ളത്. While Chennai and Bangalore are located at the sea level, Bangalore is at a height of 550 meters above the sea level. ചെന്നൈ ബാംഗ്ലൂർ എന്നൊക്കെ പറയുന്നത് സീ ലെവലിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ സീ ലെവലിനെ കാട്ടി 550 മീറ്റേഴ്സിന് ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബാംഗ്ലൂർ എന്ന് പറയുന്നത് സീ ലെവലിനെ കാട്ടി 550 മീറ്റർ ഹൈറ്റ് ഉണ്ട്. Hence the climate of Bangalore is cooler than the climate of Chennai or Bangalore. ചെന്നൈയെ കാട്ടും അതുപോലെ ബാംഗ്ലൂരിനെ കാട്ടിയും ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ചെന്നൈയെ കാട്ടി അതുപോലെ ബാംഗ്ലൂരിനെ കാട്ടി തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടെ ബാംഗ്ലൂരിൽ ഉള്ളത്. അപ്പൊ നമ്മൾ എന്താ പറയുക?
ഹൈറ്റ് അബവ് ദി സീ ലെവൽ ആ പറഞ്ഞത് അല്ലേ? ദ ഹൈറ്റ് ഓഫ് എ പ്ലേസ് അബവ് ദി സീ ലെവൽ ഈസ് കാൾഡ് ദി ആൾട്ടിറ്റ്യൂഡ്. എന്താണ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്? സമുദ്രനിരപ്പിന് മുകളിലുള്ള ഒരു സ്ഥലത്ത് ഉയരത്തെ എന്ന് പറയുന്നത് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നു. ദ ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ആൾട്ടിറ്റ്യൂഡ്. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്താ? ടെമ്പറേച്ചർ കുറഞ്ഞ് വരുന്നു. അതുകൊണ്ടാണ് എന്താണ് ഇൻഡിക്കേഷൻ ആയിട്ടുള്ള ഷിംലയിലും അതുപോലെ ഡാർജിലിംഗിലും അതുപോലെ നൈനിറ്റാളിലൊക്കെ എന്താണ് കൂടുതൽ സമ്മർ സീസണിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം. ഡിസ്റ്റൻസ് ഫ്രം ദി സീ, സീയിൽ നിന്നുള്ള ദൂരം. ഡിസ്റ്റൻസ് ഫ്രം ദി സീ. പ്ലേസ് close to the sea have a moderate climate. This means that it is neither too hot nor too cold. The place far from the sea generally we have an extreme climate. For example, the climate of Mumbai is moderate while that of Delhi is extreme. Then distance from the sea. Seയിൽ നിന്നുള്ള ദൂരം. എങ്ങനെയാണ്? seയിൽ നിന്നുള്ള ദൂരവും ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. Place close to the sea have a moderate climate. ഇതാണ് സീയുടെ കടലിനടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ് ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണുള്ളത്. കടലിനടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആണുള്ളത്. അവിടെ ഒരുപാട് ചൂടും അതുപോലെ ഒരുപാട് തണുപ്പും ഇല്ല. ദിസ് മീൻസ് ദാറ്റ് ഈസ് neither too hot nor too cold. ഒരുപാട് ചൂടും അവിടെ ഉണ്ടാകത്തില്ല, ഒരുപാട് തണുപ്പും ആ പ്രദേശങ്ങളിൽ ഉണ്ടായില്ല. The place far from the sea generally have an extreme climate. For example, the climate of Mumbai is moderate, while that Delhi is extreme. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മുംബൈയിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ? മോഡറേറ്റ് ആണ്. ഒരുപാട് ചൂടുണ്ടാവത്തില്ല, ഒരുപാട് തണുപ്പുണ്ടാവത്തില്ല. ഒരു മിതമായ രീതിയിലാണ് മുംബൈയിലെ കാലാവസ്ഥ പോകുന്നത്. എന്നാൽ ഡൽഹിയിലെ അങ്ങനെയാണോ? അല്ല, എക്സ്ട്രീം ആയിട്ടുള്ള കാലാവസ്ഥയാണ് ഉള്ളത്. This is because Mumbai is located near the sea coast, while Delhi is far away from the sea. ഇതിന് കാരണം എന്താ? മുംബൈ എന്ന് പറയുന്നത് സീ കോസ്റ്റ്, കടൽ തീരവുമായിട്ട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ എന്ന് വെച്ചാൽ കടൽ തീരത്തിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് മുംബൈ എന്ന് വെച്ചാൽ. എന്നാൽ ഡൽഹി എന്ന് വെച്ചാൽ എന്താ? കടൽ തീരവുമായിട്ട് തീരപ്രദേശവുമായിട്ട് അടുത്തൊന്നുമല്ല, ദൂരെയാണ്. തീരപ്രദേശത്ത് നിന്ന് ദൂരെയാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നത്. Why do places near the sea have moderate climate? എന്തുകൊണ്ടാണ് കടൽ പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലെല്ലാം ഒരു മോഡറേറ്റ് മിതമായിട്ടുള്ള കാലാവസ്ഥ ഉള്ളതിന് കാരണം എന്താണ്? It is because water heats and cools more slowly than land. In summer, the sea breeze keeps the coastal area cool, while in winter, the sea breeze warms the coastal area. എന്തുകൊണ്ടാണ് അതായത് കടൽത്തീരത്തിന് അടുത്ത് കൊടുക്കുന്ന പ്ലേസിലെല്ലാം ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? ലാൻഡിനെ കാട്ടി വാട്ടർ എന്ന് പറയുന്നത് ഹീറ്റ് ആവുകയും കൂളാവുകയും ചെയ്യുന്ന സ്ലോലിയാണ് വാട്ടർ എന്ന് പറയുന്നത് ലാൻഡിനെ കാട്ടി ചൂടാവുന്നതും അതുപോലെ തണുക്കുന്നതും. വളരെ സ്ലോലി ആയിട്ടാണ് വാട്ടർ ചൂടാവുന്നതും തണുക്കുന്നതും. ഡിസ്റ്റൻസ് ഫ്രം ദി സീ, സീയിൽ നിന്നുള്ള ദൂരം. Place close to the sea have a moderate climate. This means that it is neither too hot nor too cold. The place far from the sea generally have an extreme climate. എന്താണ്? കടൽ പ്രദേശത്തിന് അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്താണ്? മോഡറേറ്റ് ക്ലൈമറ്റ്. അവിടെ ഒരുപാട് ചൂട് കാണില്ല, ഒരുപാട് തണുപ്പും കാണില്ല. For example, the climate of Mumbai is moderate, while that of Delhi is extreme. മുംബൈയിലെ കാലാവസ്ഥ എന്ന് വെച്ചാൽ മിതമായിട്ടുള്ളതാണ്. അതായത് ഒരുപാട് ചൂടുമില്ല, ഒരുപാട് തണുപ്പുമില്ല. ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിട്ടുള്ളത് മുംബൈയിലുള്ളത്. എന്നാൽ ഡൽഹിയിൽ എന്ന് വെച്ചാൽ എന്താ? എക്സ്ട്രീം ക്ലൈമറ്റ് ആണ് ഉള്ളത് അല്ലേ? Because Mumbai is located near the sea coast, while Delhi is far away from the sea. അതിന് കാരണം എന്താ? മുംബൈ എന്ന് പറയുന്നത് തീരപ്രദേശത്തിന് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഡൽഹി എന്ന് പറയുന്നത് എന്താണ്? ഇത് ദൂരെയാണ്. എന്താ കടലിന് ദൂരെയാണ് എന്ന് പറയുന്നത് ഡൽഹി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർത്ത് വൺ, ദ ഡയറക്ഷൻ ഓഫ് വിൻഡ്. വിൻഡിന്റെ കാറ്റിന്റെ ദിശയും ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The wind blowing over a place also influences its climate. ഒരു പ്രദേശത്ത് അടിക്കുന്ന കാറ്റ് ആ പ്രദേശത്തെ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. If the wind blows from a warm place, it will be hot. If it
blows from a cold place, it will be cool. ഇപ്പൊ ഒരു കാറ്റാണെങ്കിൽ ആ ചൂടുള്ള പ്രദേശത്ത് നിന്ന് അടിക്കുവാണെങ്കിൽ ആ കാറ്റിനായിരിക്കും ചൂടായിരിക്കും, അവിടെ എന്തായിരിക്കും ചൂടാകും. എന്നാൽ തണുത്ത ആ പ്രദേശത്ത് നിന്ന് ഒരു കാറ്റടിച്ചാൽ അവിടെ എന്തായിരിക്കും തണുപ്പ് അനുഭവപ്പെടും. The wind coming from the sea are full of moisture and provide us rain. കടലിൽ നിന്ന് വരുന്ന കാറ്റ് എങ്ങനെയായിരിക്കും? എപ്പോഴും ഫുള്ള് മോയ്സ്ചർ ആയിരിക്കും. അത് നമുക്ക് എന്ത് തരും? റെയിൻ തരും, മഴ തരും അല്ലേ? കടലിൽ നിന്ന് വരുന്ന കാറ്റ് എപ്പോഴും മോയ്സ്ചർ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതെന്ത് തരും? നമുക്ക് മഴ തരും, റെയിൻ തരും അല്ലേ? എന്താ ഡയറക്ഷൻ ഓഫ് വിൻഡ്? ഒരു പ്രദേശത്ത് അടിക്കുന്ന ആ കാറ്റിന്റെ ദിശ എന്താണ്? ആ പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. The wind blowing over a place also influences its climate. If the wind blows from a warm place, it will be hot. If it blows from a cold place, it will be cool. The wind coming from the sea are full of moisture and provide us rain. എന്താണ്? ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ആ പ്രദേശത്ത് വീശുന്ന കാറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പം ചൂടുള്ള പ്രദേശത്ത് നിന്ന് കാറ്റ് വീശി അടുത്തായിരിക്കും ചൂടായിരിക്കും. എന്നാൽ തണുപ്പുള്ള പ്രദേശത്ത് നിന്ന് കാറ്റ് വീശിയാൽ എന്താ? തണുപ്പുള്ള പ്രദേശത്ത് നിന്ന് കാറ്റ് വീശിയാൽ എന്താ? അതും തണുപ്പായിരിക്കും അല്ലേ? അതുപോലെ the wind coming from the sea are full of moisture and provide us rain. കടലിൽ നിന്ന് വീശുന്ന കാറ്റില്ല, കടലിൽ നിന്ന് വീശുന്ന കാറ്റ് ഫുൾ മോയ്സ്ചർ ആയിട്ടുള്ളതാണ്. അത് നമുക്ക് എന്ത് തരും? റെയിൻ തരും അല്ലേ? ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ. ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ ഇതിനെ സ്വാധീനിക്കുന്ന ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറാണ്. The amount of moisture or water vapor present in the air affect the temperature or climate of a place. വായുവിലെ ഈർപ്പത്തിന്റെ, അതായത് മോയ്സ്ചറിന്റെയോ അല്ലെങ്കിൽ വാട്ടർ വേപ്പറിന്റെയോ അളവ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ താപനിലയോ അല്ലെങ്കിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. The amount of moisture or water vapor present in the air affect the temperature or climate of a place. ഒരു പ്രദേശത്തുള്ള വായുവിലെ വാട്ടർ വേപ്പറോ അല്ലെങ്കിൽ മോയ്സ്ചറോ ആ സ്ഥലത്തെ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ അഫക്ട് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. The moisture in the air is called humidity. Humidity എന്ന് പറയുന്നത് എന്താണ്? വായുവിലുള്ള മോയ്സ്ചറിനെയാണ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ്? The amount of moisture or water vapor present in the air affect the temperature or climate of a place. The moisture in the air is called humidity. എന്താണ്? വായുവിലെ വാട്ടർ വേപ്പറിന്റെ അല്ലെങ്കിൽ മോയ്സ്ചറിന്റെ അളവ് ഒരു സ്ഥലത്തിന്റെ താപനിലയെ, ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. The moisture in the air is called humidity. Humidity എന്ന് പറയുന്നത് എന്താണ്? വായുവിലുള്ള മോയ്സ്ചറിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. It depends upon the location of a place and the direction of wind. കാറ്റിന്റെ ദിശയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷനെ ഇത് സ്വാധീനിക്കുന്നുണ്ട്. The wind blowing from the sea to the land brings a lot of moisture with it and make the coastal area humid. The wind blowing from the sea to the land brings a lot of moisture with it and make the coastal area humid. എന്താണ്? കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് ധാരാളം ഈർപ്പം കൊണ്ടുവരുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് എന്താ? ധാരാളം ഈർപ്പം കൊണ്ടുവരുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് ധാരാളം ഈർപ്പം കൊണ്ടുവരികയും തീരപ്രദേശത്തെ ഈർപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് ധാരാളം ഈർപ്പം കൊണ്ടുവരികയും അതെന്താ? ആ തീരപ്രദേശത്തെ ഈർപ്പമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. Humid air can cause rainfall, which is more important than humidity in the air. Humid air can cause rainfall, which is more important than humidity in the air. എന്താണ്? ഈർപ്പമുള്ള വായു എന്ന് പറയുന്നത് മഴയ്ക്ക് കാരണമാകും. ഈർപ്പമുള്ള വായു എന്താ? മഴയ്ക്ക് കാരണമാകുകയും ഇത് വായുവിലെ ഈർപ്പത്തേക്കാൾ പ്രധാനമാണ്. അതായത് എന്താണ്? ഈ ഹ്യൂമിഡിറ്റി, ഹ്യൂമിഡാണ് എന്താണ്? ഈർപ്പമാണ് ഇതിന് കാരണമാകുന്നത്, റെയിൻഫാളിന് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ എയറിന്റെ ഹ്യൂമിഡിറ്റിയെക്കാട്ടി അതിന് പ്രാധാന്യമുണ്ട്. The amount of rainfall and the time when it rains decide the climate of that area. At many places, due to the other weather conditions, there may be snowfall in the place of rainfall. The amount of
rainfall and the climate when it rains decide the climate of that area. മഴയുടെ അളവും അതുപോലെ മഴ പെയ്യുന്ന സമയവും എന്ന് പറയുന്നത് എന്താണ്? ആ ഏരിയയിലെ ക്ലൈമറ്റിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. The amount of rainfall and the time when it rains decide the climate of that area. മഴ പെയ്യുന്ന അളവും അതുപോലെ മഴ പെയ്യുന്ന സമയവും ആ പ്രദേശത്തിന്റെ ക്ലൈമറ്റിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. At many places, due to other weather conditions, there may be snowfall in the place of rainfall. All places on the earth do not receive the same amount of rainfall and also not at the same time. The distribution and the amount of rainfall vary greatly. എന്താണ്? At many places, due to the other weather condition, there may be snowfall in the place of rainfall. മറ്റ് പല കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും എന്ത് സംഭവിക്കും? റെയിൻഫാളിന്റെ സ്ഥാനത്ത് എന്ത് വരും? സ്നോഫാൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അത് പല സ്ഥലങ്ങളിൽ എന്താണ്? വെതർ കണ്ടീഷനുള്ള മാറ്റം കൊണ്ട് റെയിൻഫാളിന്റെ സ്ഥാനത്ത് എന്തുണ്ടാവും? സ്നോഫാൾ ഉണ്ടാകും. All places on the earth do not receive the same amount of rainfall and also not at the same time. നമ്മുടെ ഭൂമിയിലെ എല്ലാ പ്രദേശങ്ങളിലും ഒരേ അളവിലല്ല എന്ത് കിട്ടുന്നത്? മഴ ലഭിക്കുന്നത്. അതുപോലെ ഈ മഴ ലഭിക്കുന്ന സമയം എന്തായിരിക്കും? വ്യത്യസ്തപ്പെട്ടിരിക്കും. ദ ഓഷ്യൻ കറന്റ്സ്. ഇതാണ് സമുദ്രപ്രവാഹങ്ങൾ. ഇതാണ് സമുദ്രപ്രവാഹങ്ങൾ. സമുദ്രപ്രവാഹങ്ങൾ ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Different hot and cold currents in the sea and ocean affect the climate in the coastal area. കടലിലെയും അതുപോലെ തന്നെ സമുദ്രങ്ങളിലെയും വ്യത്യസ്തമായ ചൂടും അതുപോലെ തണുപ്പുമുള്ളതുമായ പ്രവാഹങ്ങൾ കോസ്റ്റൽ തീരപ്രദേശത്തെ കോസ്റ്റൽ ഏരിയയിലെ ക്ലൈമറ്റ് എന്ത് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് ഹോട്ട് ആൻഡ് കോൾഡ് കറന്റ്സ് ഇൻ ദ സീ ആൻഡ് ഓഷ്യൻ അഫക്ട് ദ ക്ലൈമറ്റ് ഇൻ കോസ്റ്റൽ ഏരിയാസ്. കടലിലെയും അതുപോലെ സമുദ്രങ്ങളിലെയും വ്യത്യസ്തമായ ചൂടും അതുപോലെ തണുപ്പുമുള്ള പ്രവാഹങ്ങൾ കോസ്റ്റൽ ഏരിയ തീരപ്രദേശങ്ങളിലെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. When Western Europe is experiencing icy temperature, warm water of the Gulf Stream bring relief to the people. In the same way, the cold currents bring the temperature down in the hot torrid zone. Thus, the climate of a place influences not only the lifestyle of people living there, but also the life of plants and animals. എന്താണ്? When Western Europe is experiencing icy temperature, warm water of the Gulf Stream bring relief to the people. In the same way, the cold currents bring the temperature down in the hot torrid zone. പടിഞ്ഞാറ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മഞ്ഞു മൂടിയ താപനില ഉണ്ടാകുമ്പോൾ ഗൾഫ് സ്ട്രീമിൽ എങ്ങനെയായിരിക്കും? കുറച്ചുകൂടി ചൂടുള്ളതായിരിക്കും അല്ലേ? In the same way, the cold currents bring the temperature down in the hot torrid zone. ഈ ഹോട്ട് ടോറിഡ് സോണിൽ എങ്ങനെയായിരിക്കും ടെമ്പറേച്ചർ എന്ന് പറയുന്നത്? താഴ്ന്ന് എന്തായിരിക്കും? ഹോട്ട് ടോറിഡ് സോണിൽ ടെമ്പറേച്ചർ താഴ്ന്ന് തണുപ്പുള്ളതായിട്ട് മാറുന്നുണ്ട്. അതായത് thus the climate of a place influence not only the lifestyle of people living there but also the life of plants and animals. അപ്പം ഒരു പ്രദേശത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ജനങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ മാത്രമല്ല ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നേരെ മറിച്ച് ആ പ്രദേശത്തുള്ള പ്ലാന്റ്സിനെ ആനിമൽസിന്റെ ഒക്കെ ലൈഫിനെയും ആ പ്രദേശത്തെ ക്ലൈമറ്റ് സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്. ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? ഇതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്തായിരുന്നു? ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ. ഡിസ്റ്റൻസ് ഫ്രം ദി ഇക്വേറ്റർ ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലേ? പിന്നെന്തായിരുന്നു പഠിച്ചത്? ഹൈറ്റ് എബോവ് ദി സീ ലെവൽ. സീ ലെവലിൽ നിന്നുള്ള ഹൈറ്റ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് ഫ്രം ദി സീ കടൽ പ്രദേശത്ത് നിന്നുള്ള ദൂരവും ഒരു പ്രദേശത്തെ ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഡയറക്ഷൻ ഓഫ് വിൻഡ് ഒരു പ്രദേശത്ത് വീശുന്ന കാറ്റും ആ പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ. ഹ്യൂമിഡിറ്റി ആൻഡ് റെയിൻഫാൾ എന്താണ്? ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ദ ഓഷ്യൻ കറന്റ്സ് സമുദ്രപ്രവാഹങ്ങളും ഒരു പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. നമുക്കിനി ഈ ചാപ്റ്ററിലെ എക്സസൈസ് നോക്കാം. ഫസ്റ്റ് നോക്കിക്കേ, ഡിഫൈൻ.
കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലൈമറ്റ് ഡിഫൈൻ ചെയ്തായിരുന്നു, ലാറ്റിറ്റ്യൂഡ് ഡിഫൈൻ ചെയ്തായിരുന്നു, ഫ്രിഡ്ജ് ഡിഫൈൻ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഹ്യൂമിഡിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഹ്യൂമിഡിറ്റി? The amount of moisture or water vapor present in the air after the temperature or climate of a place. The moisture in the air is called humidity. എന്താണ്? വായുവിൽ അടങ്ങിയിട്ടുള്ള മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വെപ്പർ. വായുവിൽ അടങ്ങിയിട്ടുള്ള എന്താണ് മോയ്സ്ചർ അല്ലെങ്കിൽ വാട്ടർ വെപ്പർ ഒരു പ്രദേശത്തിന്റെ ടെമ്പറേച്ചറിനെ അല്ലെങ്കിൽ ക്ലൈമറ്റിനെ സ്വാധീനിക്കുന്നുണ്ട്. എയറിലുള്ള ഈ മോയ്സ്ചറിനാണ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് വെതർ എന്താണെന്ന് പഠിച്ചായിരുന്നു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്ക്. ഹൗ ഡസ് ദ ആൾട്ടിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ക്ലൈമറ്റ്? ആൾട്ടിറ്റ്യൂഡ് എങ്ങനെയാണ് ക്ലൈമറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ദ ടെമ്പറേച്ചർ ഡിക്രീസ് വിത്ത് ആൻ ഇൻക്രീസ് ആൾട്ടിറ്റ്യൂഡ്. The higher we go, the cooler it becomes. The temperature in the mountain lower than in the plains. That is why Switzerland, Shimla, Manila and Darjeeling are cold even when the summer season. എങ്ങനെയാണ് ക്ലൈമറ്റിനെ എങ്ങനെയാണ് ആൾട്ടിറ്റ്യൂഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്താണ് ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയും. ആൾട്ടിറ്റ്യൂഡ് കൂടുമ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കുറയും. അതുകൊണ്ട് തന്നെ പ്ലെയിൻസിനെ കാട്ടി കൂടുതൽ മൗണ്ടൻസിന് എന്തായിരിക്കും? ടെമ്പറേച്ചർ കുറവായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് സമ്മർ സീസണിലൊക്കെ സിംലയിലും ഡാർജിലിംഗിലും നൈനിറ്റാളിലൊക്കെ എന്ത് ഭയങ്കര തണുപ്പ് അനുഭവപ്പെടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ ഡസ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ് അഫക്ട് ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ്? ഒരു പ്രദേശത്തിന്റെ കാലാവസ്ഥയെ എങ്ങനെയാണ് വിൻഡിന്റെ ഡയറക്ഷൻ സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ്? The winds blowing over a place also influence its climate. If the wind blows from a warm place, it will be hot. If it blows from a cold place, it will be cool. The wind coming from the sea are full of moisture and provide us rain. ഒരു പ്രദേശത്തെ ക്ലൈമറ്റ് വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങനെ സ്വാധീനിക്കുന്നു? ഒരു പ്രദേശത്ത് വീശുന്ന കാറ്റ് ആ പ്രദേശത്തിന്റെ കാലാവസ്ഥയെ മൊത്തത്തില് സ്വാധീനിക്കുന്നുണ്ട്. അതായത് ചൂടുള്ള പ്രദേശത്ത് നിന്നാണ് കാറ്റ് വീശുന്നതെങ്കിൽ അവിടെ ചൂടായിരിക്കും. എന്നാൽ തണുപ്പുള്ള പ്രദേശത്ത് നിന്നാണ് കാറ്റ് വീശുന്നതെങ്കിൽ അവിടെ തണുപ്പുമാകും. The wind coming from the sea are full of moisture and provide us rain. എന്നാൽ കടലിൽ നിന്ന് വരുന്ന കാറ്റ് എപ്പോഴും എങ്ങനെയായിരിക്കും? ഭയങ്കര മോയ്സ്ചർ ആയിരിക്കും. അത് നമുക്ക് എന്ത് തരും? റെയിൻ തരും. വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? വിച്ച് ഏരിയാസ് ആർ മോസ്റ്റ് ഹ്യൂമിഡ്? എന്താണ് ഹ്യൂമിഡിറ്റി? കൂടുതൽ ഏത് ഏരിയയിലാണ് ഹ്യൂമിഡ് ഉണ്ടാവുന്നത്? The amount of moisture or water vapor present in the air is called humidity. The wind blowing from the sea to the land brings a lot of moisture with it and makes the coastal area humid. എന്താണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്? ഒരു പ്രദേശത്തെ വായുവിലുള്ള മോയ്സ്ചറും അതുപോലെ വാട്ടർ വെപ്പോറുമാണ് ഇത്. വാട്ടർ വെപ്പോറിന്റെ അളവിനാണ് എന്ന് പറയുന്നത് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതുപോലെ the wind blowing from sea to the land brings a lot of moisture with it and make the coastal area humid. അതായത് കടലിൽ നിന്ന് കരയിലേക്ക് വീശുന്ന കാറ്റ് എങ്ങനെയായിരിക്കും? ഭയങ്കര മോയ്സ്ചർ ആയിരിക്കും അല്ലേ? അതുകൊണ്ട് തന്നെ കോസ്റ്റൽ ഏരിയക്ക് എന്തായിരിക്കും? ഭയങ്കര ഹ്യൂമിഡ് ആയിരിക്കും. ഇനി നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഈ 5 ക്വസ്റ്റ്യനും ഫില്ല് ചെയ്യണം. ഓക്കെ. The area near the equator is dash region of the earth. എന്താണ്? ഇക്വേറ്ററിന് അടുത്തുള്ള പ്രദേശം എങ്ങനെയായിരിക്കും? ഹോട്ടസ്റ്റ് ആയിരിക്കും അല്ലേ? എന്താണ് ആൻസർ? ഹോട്ടസ്റ്റ്. The study of weather condition is known as meteorology. Third question നോക്കിക്കേ. The torrid zone remains dash almost throughout the year. ഒരു വർഷം മൊത്തം എന്തായിരിക്കും torrid zone? ഹോട്ട് ആയിരിക്കും. എന്താണ് ആൻസർ? ഹോട്ട്. The frigid zone are very dash as these are near the poles. പോൾസിന്റെ അടുത്ത് വരുമ്പോൾ ഫ്രിഡ്ജ് സോൺ എങ്ങനെയായിരിക്കും? കോൾഡ് ആയിരിക്കും, തണുപ്പായിരിക്കും അല്ലേ? The climate of Mumbai is dash type. മുംബൈയിലെ ക്ലൈമറ്റ് എങ്ങനെയായിരിക്കും? മോഡറേറ്റ് ആണ്, മിതമായിട്ടുള്ള കാലാവസ്ഥയാണ് മുംബൈയിലുള്ളത് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ട്രൂ ഓർ ഫാൾസ്? The temperature zone are neither
very hot nor very cold. True ആണോ false ആണോ? The temperate zone are neither very hot nor very cold. True അല്ലേ? The height of a place above sea level is called the longitude. ആണോ? അല്ല, തെറ്റല്ലേ? F. false ആണതല്ലേ? In the polar areas, the sun rays reach the surface as planting and cover a large area. True ആണോ? false ആണോ? True ആണല്ലേ? The direction of wind does not influence the climate of a place. True ആണോ? false ആണോ? false. Moisture in the air is called humidity. True ആണോ? false ആണോ? True. ആണ്. Next നോക്കിക്കേ, match the following. The equator. Equator എന്താണ്? hottest. Equator hottest. The torrid zone. Torrid zone എന്താണ്? hot. The frigid zone. Frigid zone എന്താണ്? cold. തണുപ്പാണല്ലേ? The temperate zone. Temperate zone എങ്ങനെയാണ്? neither hot nor cold. Moisture. Moisture എന്താണ്? humidity. ഇനി multiple choice question നോക്കാം. The area lying between the Arctic Circle and the North Pole and the Antarctic Circle and the South Pole come under the frigid zone. എന്താണ്? The frigid zone. The scientific study of climate is called ക്ലൈമറ്റിനെ കുറിച്ചുള്ള സയന്റിഫിക് സ്റ്റഡി എന്ന് പറയുന്നത് ക്ലൈമറ്റോളജി എന്ന് പറയുന്നത്. Which of the following cities has a moderate climate? ഏത് സിറ്റിക്കാണ് moderate climate ഉള്ളത്? മുംബൈ. The climate of India is of dash type. ഇന്ത്യയുടെ ക്ലൈമറ്റ് എങ്ങനെയാണ്? tropical. The area situated between torrid zone and frigid zone is neither very hot nor very cold. We complete the given table. തന്നിട്ടുള്ള ടേബിൾ ഇതാ കംപ്ലീറ്റ് ചെയ്യണം. നോക്കിക്കേ, 23 ഡിഗ്രി നോർത്തിനും 23 ഡിഗ്രി സൗത്തും. എന്താണ് നെയിം ഓഫ് ദി ലാറ്റിറ്റ്യൂഡ്? എന്താ? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ക്ലൈമറ്റ് സോൺ എന്തായിരിക്കും? ഇവിടെ ടോറിഡ് സോൺ ആയിരിക്കും. രണ്ടാമത്തെ നോക്കിക്കേ, 23 ഡിഗ്രി നോർത്തും 66 ഡിഗ്രി നോർത്തും. ലാറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ടു ആർട്ടിക് സർക്കിൾ. ക്ലൈമറ്റ് സോൺ എങ്ങനെയായിരിക്കും? നോർത്ത് ടെമ്പറേറ്റ് സോൺ ആയിരിക്കും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, 66 ഡിഗ്രി നോർത്തും 90 ഡിഗ്രി നോർത്തും. ലാറ്റിറ്റ്യൂഡിന്റെ പേര് എന്തായിരിക്കും ഇവിടെ? ആർട്ടിക് സർക്കിൾ ടു നോർത്ത് പോൾ. ആർട്ടിക് സർക്കിൾ ടു നോർത്ത് പോൾ. ക്ലൈമറ്റ് സോൺ എങ്ങനെയായിരിക്കും? നോർത്ത് ഫ്രിജിഡ് സോൺ. നാലാമത്തെ നോക്കിക്കേ, 23 ഡിഗ്രി സൗത്തും 66 ഡിഗ്രി സൗത്തും. എങ്ങനെയായിരിക്കും ലാറ്റിറ്റ്യൂഡിന്റെ പേര്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ടു അന്റാർട്ടിക് സർക്കിൾ. ക്ലൈമറ്റ് സോൺ എന്തായിരിക്കും? സൗത്ത് ടെമ്പറേറ്റ് സോൺ ആയിരിക്കും. അഞ്ചാമത്തെ നോക്കിക്കേ, 66 ഡിഗ്രി സൗത്തും 90 ഡിഗ്രി സൗത്തും. എങ്ങനെ ലാറ്റിറ്റ്യൂഡിന്റെ പേര്? അന്റാർട്ടിക് സർക്കിൾ ടു സൗത്ത് പോൾ. ക്ലൈമറ്റ് സോൺ എങ്ങനെയായിരിക്കും? സൗത്ത് ഫ്രിജിഡ് സോൺ. അപ്പൊ ഇത്രയും എക്സ്പീരിയൻസ് ആക്കിയ ഡൗട്ട് ഉണ്ടോ? ടീച്ചർ നോട്ട് ഈ വീഡിയോടൊപ്പം ഇട്ടത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. Good morning dear students. How are you? All are fine. Okay. The teacher നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിന്റെ ക്ലാസ് ആണ് കേട്ടോ. നമ്മൾ എക്സാമിന് മുമ്പായിട്ട് അല്ലേ ക്ലോസിംഗ് എ ഡോക്യുമെന്റ് ആൻഡ് ഓപ്പണിംഗ് എ ഡോക്യുമെന്റ് വരെയായിരുന്നു നമ്മൾ പഠിപ്പിച്ചു നിർത്തിയത് അല്ലേ. അതായത് എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നത് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത്. ഓക്കെ. അപ്പോൾ ടീച്ചർ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് പേജ് നമ്പർ 23 എടുത്ത എല്ലാവരും എടുത്തോ. അതിൽ
എഡിറ്റിംഗ് ടെക്സ്റ്റ് ആണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. എഡിറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് ഡിലീറ്റിംഗ് ടെക്സ്റ്റ് ആണ് ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ക്ലോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ, അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? എഡിറ്റിംഗ് ടെക്സ്റ്റ്. എന്താണ് എഡിറ്റിംഗ് ടെക്സ്റ്റ്? എഡിറ്റിംഗ് ടെക്സ്റ്റ് എന്താണ് എഡിറ്റിംഗ് ടെക്സ്റ്റ്? അപ്പോൾ ടീച്ചർ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്? എഡിറ്റിംഗ് ടെക്സ്റ്റ്. എന്താണ് എഡിറ്റിംഗ് ടെക്സ്റ്റ് എന്നാണ് പറയാനായിട്ട് പോകുന്നത്. നോക്കിയേ, MS Word has many features that enable to modify the text. Corrections and modification of the text in a document is called editing. അതായത് MS Word അല്ലേ, MS Wordൽ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ടെക്സ്റ്റ് അല്ലേ, അപ്പോൾ അതിൽ ഇപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ട് അല്ലേ, ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വരുന്നത് നമ്മൾ എന്ത് ചെയ്യേണ്ട, അത് എഡിറ്റ് ചെയ്തിട്ട് അത് നമ്മൾ ചേഞ്ച് വരുത്താറുണ്ട് അല്ലേ. അതാക്കി MS Word has many features that enable to modify the text അല്ലേ. MS Wordൽ ഒരു ടെക്സ്റ്റ് പരിഷ്കരിക്കാനായിട്ട് എന്താണ് നിരവധി ഉപാധികളുണ്ട്, നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. ഒരുപാട് വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? MS Wordൽ ഒരു ടെക്സ്റ്റിനകത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എന്താണ് എഡിറ്റിംഗ് എന്നൊരു ഡെഫിനിഷൻ ആണ് പറയുന്നത്. നോക്കിയേ, corrections and modification of the text in a document is called editing. അതായത് എന്തെങ്കിലും ഒരു കറക്ഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ടെക്സ്റ്റിൽ വരുത്തുന്നതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ടെക്സ്റ്റിൽ എന്താണ് ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു മോഡിഫിക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് എഡിറ്റിംഗ് എന്ന ചോദ്യത്തിന് എന്താ ആൻസർ പറഞ്ഞേ? corrections and modification of the text in a document is called editing. നമ്മൾ പറഞ്ഞു MS Word has many features that enable to modify the text അല്ലേ. അതായത് MS Wordൽ എന്താണ് many features, ഒരുപാട് ഉപാധികളുണ്ട്. എന്തിനു വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഉപാധികളുണ്ട്. എന്താണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് corrections and modification of the text in a document അല്ലേ. ഒരു ഡോക്യുമെന്റിന്റെ ടെക്സ്റ്റിന് വരുന്ന മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് കറക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. Whenever you make change in your Word document, you should save the document by clicking save command from file menu അല്ലേ. നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് അത് നമ്മൾ എഡിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്യണം അല്ലേ. ആ എഡിറ്റ് ചെയ്ത ഡോക്യുമെന്റ് നമ്മൾ പുതുക്കിയത് അല്ലേ, അതിനൊരു ചേഞ്ച് വരുത്തിയതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് സൂക്ഷിക്കാതെ നമുക്ക് ആ ഡോക്യുമെന്റ് അത് സൂക്ഷിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ചെയ്ത് അല്ലേ, നമുക്ക് ആ ചേഞ്ച് വരുത്തിയത് നമുക്ക് അതിൽ കാണാൻ എന്ത് ചെയ്യണം, നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഒരു ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് സേവ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു ഫയൽ മെനുവിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് പഠിച്ചു അല്ലേ. ഫയൽ മെനുവിൽ ചെന്നിട്ട് സേവ് കൊടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് പറയുന്നത് whenever you make change in a Word document, you should save the document by clicking save command from the file menu അല്ലേ. ഇപ്പൊ നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റ് നമ്മൾ എഡിറ്റ് ചെയ്തു. എങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഒന്ന് മിസ്റ്റേക്ക് ആയിരിക്കും, ഒരു കറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ വരുത്തതായിരിക്കും ഇല്ലേ. അത് നമുക്ക് തുടർന്ന് നമുക്ക് അത് എന്ത് ചെയ്യണം, ആ ഒരു നമ്മൾ ചേഞ്ച് വരുത്തിയ രീതിയിലാണ് നമുക്കത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഉറപ്പായിട്ട് നമ്മളത് ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സേവ് ചെയ്തെങ്കിൽ മാത്രമേ അത് കമ്പ്യൂട്ടറിൽ കാണത്തുള്ളൂ കേട്ടോ. നമ്മൾ ഏത് കാര്യം നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് സേവ് കൊടുക്കണം. അപ്പോൾ സേവ് കൊടുക്കണം എന്ത് ചെയ്യണം, ഫയൽ മെനുവിൽ ചെന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് സേവ് കൊടുക്കുന്നത്. അതാണ് പറഞ്ഞത് സേവ് കമാൻഡ് ഫ്രം ദ ഫയൽ മെനുവിൽ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം, സേവ് കൊടുക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അല്ലേ ഒരു ടെക്സ്റ്റ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറഞ്ഞത്. നോക്കി, MS Word has many features that enable to modify the text. Corrections and modification of the text in a document is called editing. Whenever you make change in a Word document, you should save the document by clicking save command from the file menu. അപ്പോൾ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് നോക്കി,
ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ്. അതെന്താണ്? നമ്മൾ എന്തെങ്കിലും ഇൻസേർട്ട് ചെയ്യുക. നമ്മൾ ചെയ്തിരിക്കുന്ന ആ ടെക്സ്റ്റിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് ആഡ് ചെയ്യണം, ഇൻസേർട്ട് ചെയ്യണം. എങ്ങനെയാണ്? അതിന് എന്താണ്? സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിലൂടെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ചേഞ്ച് വരുത്താനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ അല്ലേ? അപ്പൊ നമുക്ക് ഇപ്പം നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്താണ് ഒരു എന്തെങ്കിലും നമുക്ക് ചേഞ്ച് ചെയ്യണം, മോഡിഫൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്താണ് അതിന് അതെങ്ങനെയാണ് നമ്മളത് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് അല്ലെ? എങ്ങനെയാണ് അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമുക്കത് ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നതെന്നാണ് ആ സ്റ്റെപ്പ് പറയാനായിട്ട് പോകുന്നത്. അതായത് ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ടെക്സ്റ്റ് ചേർക്കുന്നതിനാണ് അല്ലേ? എന്തെങ്കിലും നമുക്ക് ആഡ് ചെയ്യുന്നതിന് എന്താണ് സ്റ്റെപ്പ് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് നോക്കി, മൂവ് ദ മൗസ് ടു ദ ലൊക്കേഷൻ where you wish the text appear in the document. അതായത് ആ തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ നമുക്ക് എവിടാണോ അല്ലേ, തന്നിരിക്കുന്ന ഡോക്യുമെന്റിൽ നമുക്ക് എവിടാണോ തിരുത്തേണ്ടത് അല്ലെങ്കിൽ എവിടാണോ ചേഞ്ച് വരുത്തേണ്ടത്, അപ്പൊ എന്ത് ചെയ്യുക? അത് ആദ്യം നമ്മൾ തിരഞ്ഞെടുക്കുക. മൂവ് ദ മൗസ് ടു ലൊക്കേഷൻ അല്ലേ? മൗസ് എവിടേക്ക് മാറ്റണം? ആ ലൊക്കേഷനിലേക്ക്. മൂവ് ദ മൗസ് ടു ദ ലൊക്കേഷൻ where you wish the text appear in the document. നമുക്ക് എവിടെയാണോ എന്ത് ചെയ്യുന്നത്, നമ്മൾ ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് എന്ത് ചെയ്യണം? ആ മൗസ് പോയിന്റർ കൊണ്ടുവരണം. അടുത്തേക്ക് ലെഫ്റ്റ് ക്ലിക്ക് ദ മൗസ്. എന്നിട്ട് എന്ത് ചെയ്യണം? മൗസിന്റെ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്യേണ്ടത്? ലെഫ്റ്റ് ബട്ടൺ. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ഇപ്പൊ ടീച്ചറിന് ഇവിടെ ഒരു സ്പെല്ലിംഗ് അല്ലെങ്കിൽ തിരുത്തണം. അപ്പം ടീച്ചർ എന്ത് ചെയ്യും? മൗസ് എവിടെ കൊണ്ടുവരണം? ഈ ഒരു ഭാഗത്ത് കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? ആ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഭാഗം നമുക്ക് മൗസോടെ വരുന്ന സമയത്ത് ഇങ്ങനൊരു വര പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് എന്താണ്? അവിടെ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതവിടെ വരും അല്ലേ? മൗസോടെ കൊണ്ടുവന്ന് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ മൗസ് പോയിന്റർ നമ്മളവിടെ കൊണ്ടുവരുവാണ്. കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യണം? അവിടെ ലെഫ്റ്റ് ബട്ടൺ, മൗസ് പോയിന്ററിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്തിട്ട് എന്താ നോക്കിയേ? ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് കണ്ടോ? അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ചേഞ്ച് വരുത്തിയേക്കുവാണ്. അവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തേക്കുന്നുണ്ടോ? അപ്പൊ അവിടെ ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് മൗസ് പോയിന്റർ അവിടെ കൊണ്ടുവരണം. കൊണ്ടുവരുന്ന സമയത്ത് അവിടെ ഒരു ലൈൻ പോലെ കാണും. ആ ലൈൻ വന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റൂ? ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പ് നോക്കി, നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടുവന്നു, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു നോക്കി. പിന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യാം അല്ലേ? ടൈപ്പ് ദ ഡിസൈർഡ് ടെക്സ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ടൈപ്പ് ചെയ്യാം. MS will insert the text to the left of the instructions point. അതായത് ഉൾപ്പെടുത്തേണ്ടുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? MS word ടെക്സ്റ്റ് ചേർക്കണം അല്ലെ? എന്ത് ചെയ്യണം? നമ്മൾ നമുക്ക് എന്താണോ ഉൾപ്പെടുത്തേണ്ടത് ആ ഭാഗം നമ്മൾ എന്ത് ചെയ്യണം? MS word ടെക്സ്റ്റ് ചേർക്കുക. നമുക്ക് എവിടെയാണോ ചേഞ്ച് വരുത്തേണ്ടത് അവിടെ നമുക്ക് എന്താ ഇൻസെർഷൻ പോയിന്റ്, നമുക്ക് അവിടെ മൗസ് കൊണ്ടുവെക്കുമ്പോൾ ഇൻസെർഷൻ പോയിന്റ് കാണും അല്ലെ? അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ആയിരിക്കും നമ്മൾ അവിടെ ചേഞ്ച് വരുത്തുന്നത് അല്ലെ? MS will insert the text to the left of the insertion point. അപ്പൊ എങ്ങനെയാണ് ഒരു ടെക്സ്റ്റിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തല്ലേ? ഇൻസേർട്ട് ടെക്സ്റ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റിൽ നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം, എന്തെങ്കിലും ചേർക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചേർക്കുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മളൊരു ടെക്സ്റ്റിൽ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത് എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് ഇൻസേർട്ട് ടെക്സ്റ്റ് എന്താണ്? ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് ആണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് മൂവ് ദ മൗസ് ടു ദ ലൊക്കേഷൻ വേർ യു വിഷ് ദ ടെക്സ്റ്റ് ടു അപ്പിയർ ഇൻ ദ ഡോക്യുമെന്റ്. നമ്മൾ ഏത് ഡോക്യുമെന്റിൽ എവിടെയാണോ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്തേക്ക് നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടുവരിക. പിന്നീട് എന്ത് ചെയ്യാം? ലെഫ്റ്റ് ക്ലിക്ക് ദ മൗസ്. എന്ത് ചെയ്യാം? ലെഫ്റ്റ് ക്ലിക്ക് ദ മൗസ്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. The insertion point appears. അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻസെർഷൻ പോയിന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ എന്ത് ചെയ്യുക? നമ്മൾ ടൈപ്പ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ചെയ്യുന്നതിനായിരിക്കും MS വേർഡിലാണ് നമ്മളത് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡിലീറ്റിംഗ് ടെക്സ്റ്റ്. എന്താണ്? ഡിലീറ്റിംഗ് ടെക്സ്റ്റ്. നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഡിലീറ്റിംഗ് ടെക്സ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ഒരു ടെക്സ്റ്റ് നമുക്ക് വേണ്ടാത്ത ഒരു ഭാഗം, ഒരു ഡോക്യുമെന്റിൽ നമുക്ക് വേണ്ടാത്ത ഭാഗം എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ്? ഡിലീറ്റിംഗ് ടെക്സ്റ്റ്.
ഡിലീറ്റിംഗ് ടെക്സ്റ്റ്. എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റിനകത്ത് നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് അത് മായ്ക്കാനുള്ള ആവശ്യമുള്ള ഭാഗം നമ്മൾ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, ദ മോസ്റ്റ് ബേസിക് ഡിലീഷൻസ് ടെക്നിക് ഈസ് ടു ഡിലീറ്റ് ദ ക്യാരക്ടേഴ്സ് ഓൺ അറ്റ് ടൈം ബൈ പ്രസിംഗ് either the backspace key or the delete key. നമ്മൾ സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ചേഞ്ച് വരുത്താനായിട്ട് നമ്മൾ മാറ്റാനായിട്ട് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഒന്നെങ്കിൽ ഡിലീറ്റ് കീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കീ നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കീസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഒന്നിൽ ഡിലീറ്റ് എന്ന് പറയുന്ന കീ നമ്മൾ പ്രസ് ചെയ്യും, അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എവിടെയാണോ ആദ്യം ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ കഴിച്ചു കൊണ്ട് വെച്ചിട്ട് ചെയ്യണം, നമ്മൾ ബാക്ക് സ്പേസ് കീ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഡിലീറ്റ് ആയി ഓരോ ലെറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, അത് ഓരോ ലെറ്റർ വെച്ചിട്ട് ഇങ്ങനെ മാഞ്ഞു പോകും അല്ലെ. ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാൻ പറ്റുന്ന ഡിലീറ്റ് കീ. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടുത്തെ ടെർമിനാണോ നമുക്ക് ഡിലീറ്റ് ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ഡിലീറ്റ് ആവും അല്ലേ. അല്ല എങ്കിൽ നമുക്ക് കുറച്ചേ ഉള്ളൂ, ഒരു ലെറ്റർ നമുക്ക് മായ്ക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിന് ബാക്ക് സ്പേസ് കീ അല്ലേ അവിടെ കഴ്സർ കൊണ്ടുവച്ചിട്ട് എന്ത് ചെയ്യും, ബാക്ക് സ്പേസ് കീ എന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് മായ്ക്കാൻ സാധിക്കും അല്ലേ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നേ ഡിലീറ്റ് കീ അല്ലെങ്കിൽ ബാക്ക് സ്പേസ് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനെന്തുണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. നോക്കിയേ, പ്ലേസ് ദ കഴ്സർ നെക്സ്റ്റ് ടു ദ ടെക്സ്റ്റ് യു വിഷ് ടു ഡിലീറ്റ് അല്ലേ. നിങ്ങൾ എവിടെയാണോ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ആദ്യം കൊണ്ടുവെക്കണം, ആ കഴ്സർ അവിടെ കൊണ്ടുവെക്കണം, അത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഡിലീറ്റ് ചെയ്യണം പറഞ്ഞ കഴ്സർ എല്ലാം കൊണ്ടുവച്ച് എന്ത് ചെയ്യും, ആ ഭാഗമായിരിക്കും മായുന്നത്. നമുക്ക് എവിടെയാണോ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ഭാഗത്ത് എന്ത് ചെയ്യണം, കഴ്സർ കൊണ്ട് വെക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലേസ് ദ കഴ്സർ ടു ദ ടെക്സ്റ്റ് യു വിഷ് ടു ഡിലീറ്റ് അല്ലേ. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യണം, കഴ്സർ കൊണ്ട് വെക്കണം. നെക്സ്റ്റ് ഓക്കെ, press the backspace key on the keyboard to delete the text to the left of the cursor അല്ലേ. എന്ത് ചെയ്യാ, നമ്മൾ backspace key ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലേ, press the backspace key on your keyboard to delete the text to the left of the cursor അല്ലേ. നമ്മൾ backspace key ഉപയോഗിച്ചാണ് നമ്മൾ പ്രസ് ചെയ്യുന്നത്. നമ്മൾ കഴ്സർ അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, backspace key പ്രസ് ചെയ്യണം അല്ലേ. backspace key പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, ഡിലീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡിലീറ്റ് കീ ഉപയോഗിക്കാം. ബാക്ക് സ്പേസ് കീയോ അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ഡിലീറ്റ് കീയോ നമുക്ക് ഉപയോഗിക്കാം. ഡിലീറ്റ് കീ ആണ് നോക്കിയേ, ഡിലീറ്റ് കീ ഓൺ യുവർ കീബോർഡ് ടു ഡിലീറ്റ് ടെക്സ്റ്റ് ടു ദ റൈറ്റ് ഓഫ് ദ കഴ്സർ അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഏത് ഭാഗമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ഭാഗത്തിന്റെ റൈറ്റ് സൈഡിൽ കഴ്സർ കൊണ്ടുവരിക, എന്നിട്ട് അത് സെലക്ട് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് എന്നുള്ളത് ഓപ്ഷൻ ഒരു കീബോർഡ് കീ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഡിലീറ്റ് കീ ആണ് ഉപയോഗിക്കുന്നത്, കഴ്സർ വരണം റൈറ്റ് സൈഡിൽ വരണം. ബാക്ക് സ്പേസ് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കഴ്സർ നമ്മൾ ഏത് അക്ഷരമാണോ അതിന്റെ ലെഫ്റ്റ് സൈഡില് കൊടുക്കണം. ബാക്ക് സ്പേസ് കീ ഉപയോഗിച്ചും നമുക്ക് ഡിലീറ്റ് കീ ഉപയോഗിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടെക്സ്റ്റ് ചേഞ്ച് ചെയ്തെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു കാര്യം നമുക്ക് അത് മാറ്റണം. അപ്പൊ നമുക്ക് ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാം, അല്ലെങ്കിൽ അതിനൊക്കെ ഡിലീറ്റ് കീ ഉപയോഗിക്കാം. ബാക്ക് സ്പേസ് കീ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് സെന്റൻസ് ആണോ അവിടെ നമ്മൾ കഴ്സർ കൊണ്ടുവരിക, എന്നിട്ട് എന്ത് ചെയ്യുക, ബാക്ക് സ്പേസ് കീ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കണം വെക്കേണ്ടത്. അപ്പൊ നോക്കിയതിന്റെ ഈ ഒരു സൈഡിൽ വെച്ചിട്ട് കഴ്സർ കൊണ്ടുവരിക, എന്നിട്ട് ബാക്ക് സ്പേസ് കീ പ്രസ് ചെയ്ത് കൊടുക്കുക അല്ലേ. നമ്മൾ ഡിലീറ്റ് കീ ആണ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആഗ്രഹിക്കുന്ന സെന്റൻസിന്റെ റൈറ്റ് സൈഡിൽ വേണം കഴ്സർ കൊണ്ടുവരാൻ. ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കീസ് ഉപയോഗിക്കുന്നു, ബാക്ക് സ്പേസ് കീ ഉപയോഗിക്കാം, അതുപോലെ ഡിലീറ്റ് കീയും ഉപയോഗിക്കാം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചർ 3 കാര്യങ്ങളാണ് പഠിച്ചിരിക്കുന്നത്. എഡിറ്റിംഗ് ടെക്സ്റ്റ് എന്താണ്, ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് എന്താണ്, ഡിലീറ്റിംഗ് ടെക്സ്റ്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അതായത് എഡിറ്റിംഗ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ കറക്ഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ് ഈസ് കാൾഡ് എഡിറ്റിംഗ്. അതായത് നമ്മൾക്ക് തന്നിരിക്കുന്ന ആ ടെക്സ്റ്റിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് എന്ന് പറയുന്നത് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് എഡിറ്റിംഗ് എന്ന് വെച്ചാൽ കറക്ഷൻസ് ആൻഡ് മോഡിഫിക്കേഷൻ ഓഫ് ദ ടെക്സ്റ്റ് ഇൻ എ ഡോക്യുമെന്റ് ഈസ് കാൾഡ് എഡിറ്റിംഗ്.
Whenever you make change in a Word document, you should save the document by clicking save command from the file menu. നമ്മളിപ്പോ ഒരു ടെക്സ്റ്റ് നമ്മൾ ചേഞ്ച് വരുത്തിയിട്ട് നമ്മളത് നമുക്ക് പിന്നീട് അത് തുടർന്ന് നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളത് സേവ് ചെയ്യാം, സൂക്ഷിക്കണം. സേവ് ചെയ്തെങ്കിൽ മാത്രം അത് പെർമനന്റ് ആയിട്ട് അതിവിടെ കാണുകയുള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാൽ അത് എന്ത് ചെയ്യണം, അത് സേവ് ചെയ്യണം. അതുപോലെ നോക്കി എങ്ങനെയാണ് ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് എന്ന് വെച്ചാൽ, അതായത് ടെക്സ്റ്റിനകത്ത് എന്തെങ്കിലും ചേർക്കുന്നതിനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഭാഗത്ത് നമ്മൾ കഴ്സർ കൊണ്ടുവരിക. എന്നിട്ട് എന്ത് ചെയ്യുക, അവിടെ മൗസ് കൊണ്ടുവന്നതിന് ശേഷം അവിടെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, ഒരു ഇൻസെർഷൻ പോയിന്റ് നമുക്ക് അവിടെ കാണാനായിട്ട് ലൈൻ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ. ഇതുപോലൊരു വര പോലെ നമുക്ക് ഇങ്ങനെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ലൈൻ പോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്ക് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്യാം. അങ്ങനെയാണ് ഉണ്ടെങ്കിൽ നമുക്ക് അത് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പഠിച്ചിട്ടാണ് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെ. എങ്ങനെയാണ് നമ്മളൊരു ടെക്സ്റ്റിനെ ഡിലീറ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അതായത് the most basic deletions technique is delete to the characters on at the time by pressing either backspace key or delete key. നമുക്ക് അതിനായിട്ട് backspace key അല്ലെങ്കിൽ delete key ഉപയോഗിക്കാം. നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ കഴ്സർ അവിടെ കൊണ്ടുവരിക, അതിനുശേഷം press the backspace key on your keyboard to delete to the text in a left cursor അല്ലേ. ലെഫ്റ്റ് കഴ്സർ എവിടെ കൊണ്ടുവന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് കൊണ്ടുവരിക. അടുത്തേക്ക് നമ്മൾ ഡിലീറ്റ് കീ ആണ് ഉപയോഗിക്കുന്നത്. എന്ത് ചെയ്യാം, on your keyboard to delete to text right of the cursor. കഴ്സർ എവിടെ കൊണ്ടുവന്ന റൈറ്റ് സൈഡിലായിട്ട് കൊണ്ടുവരണം. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു 3 സ്റ്റെപ്പ് ഇതിലുള്ള ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുള്ളൂ. ഇന്നത്തെ ക്ലാസ്സുകൾ പഠിച്ച എങ്ങനെയാണ്, എന്തൊക്കെയാണ് എഡിറ്റിംഗ് ടെക്സ്റ്റ് എന്താണ്, ഇൻസേർട്ടിംഗ് ടെക്സ്റ്റ് എന്താണ്, അതുപോലെ ഡിലീറ്റിംഗ് ടെക്സ്റ്റ് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഒരു പേജ് നന്നായിട്ട് റീഡ് ചെയ്യണം കേട്ടോ, റീഡ് ചെയ്യുക. പിന്നെ നമ്മൾ അതുമായിട്ട് ബേസ് ചെയ്ത് എന്താണ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട്. അപ്പൊ അത് വെച്ച് ഈ വീഡിയോയുടെ കൂടെ തരും കേട്ടോ. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട് ബാലൻസ് ആയിട്ട് രണ്ടാമത്തെ ചാപ്റ്ററാണ്. എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്ത് നോട്ട്ബുക്കിലോട്ട് എഴുതുക കേട്ടോ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് വായിക്കുക. ഓക്കെ, താങ്ക് യു.